ഇന്നെന്താ വിശേഷം എന്നല്ലേ, ഇന്ന് നമുക്ക് കുറച്ച് കൊള്ളി പറിക്കാനുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ അവിടുത്തെ പറമ്പിൽ പോവാട്ടാ. നമ്മുടെ ചേമ്പിന് കുറച്ച് ചാണകം ഇടാനുണ്ട്. അപ്പോൾ അതാണ് കേട്ടോ നമ്മളിതാ വാരിയെടുത്തിട്ട്. ചാണകമൊക്കെ ഇട്ട് കഴിഞ്ഞപ്പോൾ നമ്മളിതാ കൊള്ളി പറിക്കാൻ തുടങ്ങിയിട്ടാ. നോക്കിയേ, ഷായേട്ട 2 കൈയും കൂടി കൂട്ടി പിടിച്ചാൽ വരെ എത്തണില്ല കേട്ടോ. അത്രയും മണ്ണുണ്ട് കേട്ടോ നമ്മുടെ കൊള്ളിക്ക്. അത് എൻ്റെ വലിപ്പം നോക്കിക്കോ. കുറച്ച് കൂടുതൽ കൊള്ളി തന്നെ പറിക്കാണ്ടായിരുന്നു. അപ്പോൾ ഓരോന്നോരോന്നായിട്ട് വേഗം കൊള്ളിയാട്ടാ പറിക്കുമ്പോൾ നമ്മൾ കാണിച്ചു തരുന്നുണ്ട് കേട്ടോ. കാരണം നമ്മുടെ അടുത്ത കൊള്ളി ഒന്നും മോശമാവാറില്ല. കണ്ടേ കൊള്ളിയുടെ ഭംഗി നോക്കിയേ. ഈ കൊള്ളി ഞാൻ തറി കണ്ടപ്പോഴേ പറഞ്ഞല്ലോ, നക്ഷത്രം പോലെ നല്ല ഭംഗിയാണ്, പ്രാധാന്യം നല്ല രസമാണ്. നമ്മുടെ കൊള്ളിപ്പറ നോക്കിയിട്ട് നമ്മുടെ പേളിയും ടൈസിനും കൂടി ഇരിപ്പുണ്ട് കേട്ടാ. അയ്യോ, നല്ല വെയിറ്റ് ഉണ്ട്, കാണുന്ന പോലെയല്ല. അപ്പം ഞാനുണ്ടല്ലോ നമ്മുടെ പറിച്ച കൊള്ളി ഓരോന്നായിട്ട് ദാർബാനയിലേക്കൊക്കെ എടുത്ത് വെച്ചു. പിന്നെ നമ്മുടെ കൊള്ളിത്തരി നടാനുള്ളത് അതും ഒരു ഭാഗത്ത് ഒതുക്കി വെച്ചു കേട്ടോ. പിന്നെ ഞാൻ ദാർബാന തള്ളി, പക്ഷേ എന്നെ കൊണ്ട് പറ്റുന്നുണ്ടായിരുന്നില്ല, നല്ല വെയിറ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ആ ഷായേട്ടനെ വിളിച്ചു. പക്ഷേ ഈ വട്ടം നമ്മൾ പറിച്ച കൊള്ളിയൊന്നും നമുക്ക് വേണ്ടിയിട്ടല്ല കേട്ടോ. കൂടുതൽ വിളവ് കിട്ടി കഴിഞ്ഞാൽ നമ്മുടെ പണിസ്ഥലത്ത് കുട്ടികൾക്കാട്ടോ കൊടുക്കാറ്. പിന്നെ എനിക്ക് വറക്കാനുള്ള 2-3 കൊള്ളി ഞാൻ അത് എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മുടെ കുട്ടിപ്പട്ടാളങ്ങൾക്ക് ഭക്ഷണം കൊടുക്കേണ്ട സമയം ഉണ്ടായിരുന്നു. ഈ സമയത്ത് അവർക്ക് ചപ്പാത്തിയാട്ടോ കൊടുക്കാറ്. അത് കഴിഞ്ഞ് പിന്നെ അവർക്ക് കൊടുക്കുക അപ്പം തന്നെ പാലാട്ടോ. പാലിന് വേണ്ടിയിട്ടുള്ള കാത്തിരിപ്പാട്ടോ ഏറ്റവും രസമുള്ളത്. അത് മാത്രമല്ല, പാൽ കുടിക്കുമ്പോൾ നമുക്ക് ഏറ്റവും സങ്കടമുള്ളൊരു വിഷമം എന്ന് പറയുന്നത് നമ്മുടെ പേളിക്കുട്ടി അവരെ കൂടെ നിന്ന് ഒരു ഭക്ഷണവും കഴിക്കില്ല കേട്ടോ. ഒക്കെ മക്കൾക്ക് കൊടുക്കും. അത് കഴിഞ്ഞപ്പോൾ അമ്മയും മക്കളൊക്കെ നല്ല കളിയും കാര്യങ്ങളൊക്കെ തുടങ്ങിയിട്ടാണ്.